ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂർ വിരചിച്ച ആ ശ്രീമന്നാരായണീയം, ആ സ്തോത്രകാവ്യം ഭഗവാന്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് നമ്മളും നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ പ്രസാദത്തിൻ്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീമന്നാരായണീയം 5-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പതിവ് പോലെ ചൊല്ലി അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ പ്രഭാഷണം, തുടർന്ന് ഭാഷാഗാനമായ ശ്രീഹരിയം. ശബ്ദാദ്യോമ തതഃ സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൽ. ശബ്ദാദ്യോമ തതസ്പർശം അതഃ മാരുതം തസ്മാദ്രൂപം തത മഹ അധ ചരസം തോയം ഗന്ധം മഹീം ച വിഭോ സസർജിത മാധവ
ഏവം പൂർവപൂർവകലനാൽ ആദ്യാദ്യധർമാന്വിതം ഇമം ഭൂതഗ്രാമം ഭഗവൻ ത്വം ഏവ താമസാൽ പ്രകാശയാം. എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടി എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു അവിടുത്തെ താമസാഹങ്കാരത്തിൽ നിന്നും ആകാശത്തിൻ്റെ ആ തന്മാത്രമായിരിക്കുന്ന ശബ്ദം ജനിച്ചു എന്ന് പറഞ്ഞു. ഇനി ശബ്ദത്തിൽ നിന്ന് എന്തുണ്ടായി? ആകാശം ഉണ്ടായി. ആദ്യം ശബ്ദമുണ്ടായി, ആ ശബ്ദത്തിൽ നിന്നും ആകാശം ഉണ്ടായി. ശബ്ദാത് വ്യോമ തതസ്പർശം. ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി? സ്പർശം ഉണ്ടായി. സ്പർശത്തിൽ നിന്ന് അത മാരുതം. ആ സ്പർശത്തിൽ നിന്നും വായു ഉണ്ടായി. തസ്മാത് രൂപം. ഈ വായുവിൽ നിന്നുണ്ടായി രൂപമുണ്ടായി. ഈ രൂപത്തിൽ നിന്ന് തഥ മഹ. ഈ രൂപത്തിൽ നിന്ന് തേജസ്. അധ ച രസം. തേജസ്സിൽ നിന്ന് പിന്നെ രസത്തെ ഉണ്ടായി. തോയം ഗന്ധം മഹീം ച. ജലം, ഗന്ധം, ഭൂമി. ഇവയെയും രസത്തിൽ നിന്ന് തോയമുണ്ടായി, വെള്ളമുണ്ടായി. വെള്ളത്തിൽ നിന്ന് ഗന്ധമുണ്ടായി, ഗന്ധത്തിൽ നിന്ന് ഭൂമിയുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ വിഭോ സസർജിത, അല്ലയോ സർവവ്യാപിൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അങ്ങ് സൃഷ്ടിച്ചു. മാധവ, ഭഗവാനെ ഏവം പൂർവപൂർവകലനാൽ ആദ്യാദ്യധർമാന്വിതം. ഉണ്ടായതിൻ്റെ സംബന്ധം കൊണ്ട്, അതുമായിട്ടുള്ള ചേർച്ച കൊണ്ട് ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ ഭഗവാനെ, ഭഗവൻ ത്വം ഏവ, അവിടുന്ന് തന്നെ താമസാത് പ്രകാശയ, താമസത്തിൽ നിന്ന്, താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു. അപ്പൊ ശബ്ദം, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിന് ശബ്ദഗുണം മാത്രമേ ഉള്ളൂ. ആകാശത്തിൽ നിന്നുണ്ടായി സ്പർശമുണ്ടായി, അതിൽ നിന്നാണ് വായു ഉണ്ടായത്. അതുകൊണ്ട് വായുവിന് സ്പർശ ഗുണമുണ്ട്, അതേപോലെ ശബ്ദഗുണമുണ്ട്. ശബ്ദസ്പർശ ഗുണകമാണ് വായു എന്നുള്ളത്. വായുവിൽ നിന്ന് രൂപമുണ്ടായി, ആ രൂപത്തിൽ നിന്നാണ് തേജസ് ഉണ്ടായത്, അല്ലെങ്കിൽ അഗ്നി ഉണ്ടായത്. അതിന് ശബ്ദ സ്പർശ രൂപ ഗുണങ്ങൾ ഉണ്ട്. ഈ തേജസ്സിൽ നിന്ന് രസമുണ്ടായി, രസത്തിൽ നിന്ന് ജലമുണ്ടായി. ഇപ്പൊ ജലത്തിന് എന്തൊക്കെയുണ്ട്? ശബ്ദ സ്പർശ രൂപ രസങ്ങൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ജലത്തിൽ നിന്നും ഗന്ധമുണ്ടായി, ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. ഈ ഭൂമിക്കോ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ ഗുണങ്ങൾ ഉണ്ടായി. ആകാശത്തിൻ്റെ തന്മാത്രാഭാവം ശബ്ദവും, അതേപോലെ വായുവിൻ്റേത് സ്പർശവും, അഗ്നിയുടേത് രൂപവും, അതേപോലെ ജലത്തിൻ്റേത് രസവും, ഭൂമിയുടേത് ഗന്ധവുമാണ് പ്രധാനപ്പെട്ടതെങ്കിലും ഈ രസങ്ങളൊക്കെ തന്നെ, ഇതെല്ലാം തന്നെ ആദ്യമുണ്ടായതിന് 1, രണ്ടാമത്തേന് 1, 2, മൂന്നാമത്തേന് 1, 2, 3, നാലാമത്തേതിന് 1, 2, 3, 4, അഞ്ചാമത്തേതിന് 1, 2, 3, 4, 5 ഈ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ശബ്ദം എന്നതുപോലെ തന്നെ സ്പർശാദികളും തന്മാത്രകൾ തന്നെയാണ്. ഇപ്പോൾ പ്രാകാശയ, സൂക്ഷ്മങ്ങളായിരുന്നവയെ സൃഷ്ടികാലത്തിൽ സ്ഥൂലങ്ങളാക്കി പ്രകാശിപ്പിച്ചു എന്നാണ്. അതൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ഭഗവാൻ ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചു. ശബ്ദാദ്യോമ തതസ്സർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹിം. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൽ. ഇനി
ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. നാരായണ 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 രാധാ ഗോവിന്ദ. ശബ്ദത്തിൽ നിന്നാകാശവും ആകാശത്തിൽ നിന്നു സ്പർശം വായു രൂപം തേജസ്സും നൽ രസാദികളും ജലഗന്ധഭൂമികളും സൃഷ്ടി ചെയ്തു മാധവാനി താമസത്തിൽ നിന്നും ഭൂതസമൂഹത്തെയും. നാരായണ 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 രാധാ ഗോവിന്ദ. ഹരി ഓം.